അതിന്റെ സങ്കട ഇല്ലാട്ടാ. അവിടെ നിക്ക്. അയ്യോ സങ്കടങ്ങൾ സമയത്ത്. അപ്പൊ ഇതൊക്കെ അവിടെ കൊണ്ടേക്കിട്ടെ. അമ്മ ചേറ്റ ഇമ്മ പോട്ടെ. അമ്മ പോട്ടെ. കുറച്ച് ദിവസമായിട്ട് നല്ല മഴയൊക്കെ അല്ലായിരുന്നേ. ഇന്നിപ്പോ ഇവിടുന്ന് ചിലത് നല്ല സുഖം കേട്ടാ വലിക്കാനായിട്ട്. ചില കടകള നല്ല ബലം. ഇന്ന് മോൻ വിളിച്ചിട്ട് ഞാൻ ഓടിപ്പോയില്ലേ നമ്മുടെ കുട്ടുപട്ടാളങ്ങൾ അവിടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. വയ്യോട്ടാ. ഇന്ന് നമ്മുടെ പേളിക്കുട്ടിയുടെ സ്വിച്ച് കെട്ടാൻ പോവാട്ടാ. വൈ പേളിക്കുട്ടിയെ നമുക്ക് പോവാം. വായോ വണ്ടിയിലേക്ക് പേടിയുണ്ട് പേളിക്കുട്ടിക്ക്. പേടിക്കല്ലേ പേളിക്കുട്ടി. നമ്മുടെ പേളിക്കുട്ടീനെ ആ സ്വിച്ച് എടുക്കാൻ വേണ്ടി ഉള്ളിലേക്ക് കൊണ്ടുപോയിരിക്കാട്ടോ. അപ്പോൾ നമ്മളോട് പലരും ചോദിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പേളിക്കുട്ടിക്ക് എവിടെയാണ് സർജറി ചെയ്തതെന്നായിരുന്നു. അപ്പോൾ നമ്മൾ മണ്ണുത്തി നടത്തറ ജേക്കബ്സ് ആനിമൽ ക്ലിനിക്കിലാട്ടോ നമ്മൾ സർജറി ചെയ്തത്. പേളിക്കുട്ടിക്ക് സർജറി ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെങ്കിൽ അവളുടെ ഓവറിയും അതേപോലെ തന്നെ യൂട്രസും നീക്കം ചെയ്തിട്ടുണ്ട്. പിന്നെ വന്ന ചിലവെന്ന് പറയുന്നത് 4500 രൂപ. പിന്നെ അതേപോലെ 3 ദിവസം അടുപ്പിച്ച് നമ്മൾ ഇവിടെ വന്നിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നിരുന്നു. അപ്പോൾ ഓരോ ദിവസം 300 രൂപ വീതട്ടാ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ദിവസത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് വെട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. പേളിക്കുട്ടിയുടെ സ്റ്റിച്ച് വെട്ടിയപ്പോൾ ചെറുതായിട്ടൊരു ഭാഗത്ത് ഉണക്കക്കുറവുണ്ട്. അപ്പോൾ ഒന്നുകൂടി മരുന്നൊക്കെ വെച്ച് കെട്ടിയിരിക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് തന്നെ അയച്ച് കളഞ്ഞോളാൻ പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവരുന്നു വേണ്ടെന്നാട്ടോ പറഞ്ഞിട്ടുള്ളത്. കണ്ട പേളിക്കുട്ടിക്ക് കുറച്ച് ഉഷാറൊക്കെ ആയിട്ടാ. കുറച്ചല്ല നന്നായി ഉഷാറായിട്ടുണ്ട്. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഇപ്പൊ കേൾക്കൂട്ടാങ്കോ. കണ്ട ഇതെന്താന്ന് പറയും. നമ്മളിന്ന് പേളിക്കുട്ടീനെ കൊണ്ടുപോയിട്ട് വരുമ്പോൾ ഇപ്പൊ സമയം 10:30 ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടിപ്പട്ടാണങ്ങൾക്ക് ഉണ്ടല്ലോ 6 മണി 6:30 ഇതിൻ്റെ ഉള്ളിൽ അവരുടെ ഭക്ഷണം കിട്ടും. ഇന്ന് വയറ്റിൽ കാറ്റ് കടന്നിട്ടുണ്ട്. ഇത്ര നേരം എന്നെ കാണാണ്ടായി എൻ്റെ വിഷമങ്ങൾ ഇതെല്ലാം കൂടി ഇന്ന് നമ്മുടെ എന്താ പറയുക അവരെ കൂട് തുറക്കുമ്പോൾ എങ്ങനെയാണ് അവർ പ്രതികരിക്കാതൊന്നും എനിക്കറിയില്ല കേട്ടാ. എൻ്റെ ചെന്ന് നോക്കട്ടെ. എൻ്റെ കടിച്ച് കീറാനുള്ള സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ടാവും അവർക്ക്. ഇങ്ങനൊരു മറ കൊടുക്കും. കാരണം എന്താണെന്നറിയോ, അല്ലെങ്കിൽ 5 മണിയാകുമ്പോൾ നമുക്ക് ചെറിയൊരു വെളിച്ചം വരുമല്ലോ. ഒരു 5 മണിയാകുമ്പോൾ ഒരു വെളിച്ചം വന്നു കഴിഞ്ഞാൽ അവർ തുടങ്ങും ബഹളം. അപ്പോൾ ആ ഒരു ഇരുട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കൂട്ടാ. അച്ചടാ അമ്മയുടെ കുട്ടികളെ നിക്ക്. ഓക്കെ ഇപ്പൊ വിടാം. പരാതിപ്പെട്ടികൾ എത്ര തുറക്കും? എന്തോരം പരാതിപ്പെട്ടികൾ തുറക്കാവോ? ഫുഡ് മാത്രം അന്വേഷിച്ചിട്ടുള്ള വരവാട്ടാ. എന്താണ് ഞാൻ നടക്കട്ടെ? എന്താണ് ഇതെന്നറിയോ, ഇവരുടെ സ്ഥലത്തിന്റെ ഒരു ഭംഗി നോക്കിയേ. ഇവര് പോടിയ ലക്ഷ്യം എന്നിട്ടെന്നറിയോ, ഇത്രയും ക്ലീൻ ആയി കിടക്കുന്ന സ്ഥലം എങ്ങനെ ആദ്യം വൃത്തികേടാന്ന് ആക്കാന്ന് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച പോലെ ആരും എന്നോട് പരാതി ഒന്നും പറഞ്ഞില്ല. അവർക്ക് എന്തോ എല്ലാം മനസ്സിലായ പോലെ നല്ല കുട്ടികളെ ബുദ്ധിയൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ കണ്ടിട്ട് നോക്കി സ്ഥലങ്ങളൊക്കെ പോയി നോക്ക്. ഞങ്ങൾ ഇന്നലെ രാത്രി കിടക്കാൻ മുമ്പ് ഇതേപോലെ നല്ല ഇവിടെ കാട്ടി കൂട്ടിയിട്ടുണ്ടായിരുന്നു. നിറച്ച് ചപ്പും ചവറും ചകിരിയും കിട്ടണ ആലിയും നാളികേരത്തിന്റെ ചകിരി എന്തൊക്കെ കിട്ടും ഒക്കെ കൊണ്ടൊന്ന് വലിച്ചു വാരിയിട്ട സ്ഥലം ഇത്രയും വൃത്തിയിൽ കിടക്കുന്നതാണ് ഇപ്പോഴത്തെ അന്വേഷണം. ഒരു ശല്യമില്ല. നല്ല കുട്ടികൾ ബുദ്ധി വെച്ചു. അമ്മയുടെ കുട്ടികൾക്ക് ബുദ്ധി വെച്ചു. അമ്മയുടെ കുട്ടികൾക്ക് ബുദ്ധി വെച്ചല്ലോ. ബുദ്ധി വെച്ചല്ലോ. ബുദ്ധി വെച്ചു. നല്ല മക്കളാവണ്ട കേട്ടോ. ഇങ്ങനെ വളരണം കേട്ടോ. കുറുമ്പൊന്നും കാണിക്കാണ്ട് വളരണം കേട്ടോ. മതി അത്രയും മതി കേട്ടോ. നല്ല മക്കളായിട്ടാ. നല്ല കുട്ടികളായി. അയ്യോ ഇനി കൂടുതൽ ഞാൻ മിണ്ടണില്ലേ. ഇനി പെട്ടുപോകും. ഇവർ സ്നേഹം കൂട്ടും. ഇനി ഭക്ഷണം വേണ്ട വിട് ഭക്ഷണം വേണ്ട കേട്ടാ. ഇരുന്നു ആ കൂട്ടിന്ന് വന്ന പോലെ ഇരിക്കട്ടാ. ഭക്ഷണം വേണ്ട വീട്ടിൽ പോയി അപ്പയും ഉമ്പള്ളിയിട്ടൊന്നും ഇല്ലല്ലോ ചെല്ലി. അതൊക്കെ ചെയ്തിട്ട് വാ. അപ്പിട്ട് ഉമ്പള്ളിയിട്ടൊക്കെ ഓടി വാ. അപ്പളിക്ക് ഭക്ഷണം എടുക്കാം കേട്ടാ.
നടക്കും കൂട്ടെ. ഇവിടെ ഇരുന്നോ. ആ ശരി ശരി. ഓക്കെ എല്ലാവരും വന്നു. എല്ലാവരും തൊട്ടുണ്ട്. ചെല്ലി പോയിട്ട് അപ്പിൻ്റെ മുമ്പിൽ അപ്പിലേക്ക് ഭക്ഷണം എടുക്കാം കേട്ടാ. എന്നെ വിട്. നല്ല കുട്ടികളായിട്ട് ഞാൻ പറഞ്ഞ കാര്യം ആദ്യം ചെയ്യേ, എന്നിട്ടാവാട്ടോ. അമ്മയുടെ കുട്ടികൾ പാലൊക്കെ കാച്ചി റെഡിയാക്കി വരുമ്പോഴേക്കും പണി തുടങ്ങിയല്ലോ. കളിക്കാനുള്ളതൊക്കെ എടുത്തോണമെന്നല്ലോ. എന്തിപ്പോ ഇത്ര സൈലന്റ് ആയിട്ടിരിക്കണേ? അയ്യോ, നല്ല മക്കളായി തുടങ്ങി വലുതാവും തോറും. വാ, രാവിലെ നമ്മൾ ഇവർക്ക് കൊടുക്കണത് പാലില് അവില് നനച്ചിട്ടാട്ടോ കുടിക്കാൻ കൊടുക്കണേ. നല്ല മിടുക്കും കുട്ടികളായിട്ട് അതൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒരു ഓടിക്കളി, ഒരു പരാക്രമം പിടിച്ചുള്ള ഒരു കളി. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്വസ്ഥമായിട്ട് കൊടുക്കും അവര്. കഴിച്ചു. അയ്യോ ഞാൻ പോണില്ല. എനിക്കറിയായിരുന്നു അത് വാതിൽ തുറക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അപ്പോൾ അതിൻ്റെ അടുത്ത് നീങ്ങുന്നു. വയ്യോ ഞാൻ പോണില്ല. കഴിച്ചിട്ട് ഞാൻ പോകണല്ലോ. വാ റൊണാൾഡോ, വാ, 2 പാത്രത്തിലും കൂടി ഉണ്ട്, അതുകൂടി കഴിക്ക്. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നീങ്ങി നമ്മുടെ പിന്നാലെ. വാതിലാണെങ്കിൽ എത്ര പതുക്കെ തുറക്കാൻ നോക്കിയാലും ഒരു സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അവരങ്ങോട്ട് എത്തും. കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇതാ ഭക്ഷണം കഴിച്ച് കെടുപ്പായി തുടങ്ങിട്ടോ. എന്താ പറഞ്ഞോടെ കിടക്കണില്ലേ? കിടക്കുക. ആരോട് അധികം സംസാരിക്കാൻ നിൽക്കണില്ലേ? സംസാരിച്ച് കഴിഞ്ഞാൽ അവരെല്ലാം പട്ടം ചുറ്റും. ഞാനേ നല്ല തോർച്ചയുണ്ടേ. അപ്പം ഇതോട് കൂടി നമ്മുടെ കോഴിക്കൂട്ട് ഒന്ന് കഴുകണം. പിന്നെ അത് നിറച്ച് ചവറൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. ആ ചവറൊക്കെ വേഗം അടിച്ച് മാറ്റണം. മാറ്റിയില്ലെങ്കിൽ അതൊക്കെ വലിച്ച് വരി ഇങ്ങോട്ട് കൊണ്ടുവരും ഇവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ചെടികളൊക്കെ ഒന്ന് വെട്ടി ഒതുക്കാറായിട്ടുണ്ട്. നന്നായി വൃത്തിയാക്കി അടിക്കാനൊന്നും പറ്റില്ല. പക്ഷെ വലിയ ഷവറുകളൊക്കെ ഇങ്ങനെ അടിച്ചു കോലെടുക്കാന്ന് മാത്രം അത്രേ പറ്റുള്ളൂ. മഴ തുടങ്ങി, എന്നാലും കുഴപ്പമില്ല. ഒരു ബക്കറ്റ് ചവറ് വാരിയെടുക്കാൻ പറ്റും. ഇന്നുണ്ടല്ലോ അമ്മയുടെ ചിക്കൻ കറി ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇതാ വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അമ്മ അതിലേക്ക് ഇതാ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് മണി ഇട്ട്, അതൊരു 8 മണിയുള്ളൂ കേട്ടോ കുരുമുളക്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ഏലക്കായ കേട്ടോ അമ്മ ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മൾ അതിലിട്ടിട്ടുള്ള മസാലകളൊക്കെ റെഡി ആയി വന്നപ്പോൾ അമ്മ അതിലേക്ക് സബോള കേട്ടോ. അമ്മ എത്ര സബോളയാണ് മരിഞ്ഞ് നോക്കണേ? 2 സബോള നോക്കിയാൽ മതി. ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അയ്യോ അമ്മ ഞാൻ പോരാട്ടമ്മേ, അവര് പട്ടുവിട്ടിട്ട് പോയിട്ടുണ്ട്. സബോള ഇതാ ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി വന്നപ്പോൾ അമ്മ 2 തക്കാളി ഇതാ ചെറുതാക്കി നുറുക്കിയതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. തക്കാളി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ നന്നായിട്ട് വേവിക്കൂട്ടാ. തക്കാളി നന്നായിട്ട് വേവണം വരെ. വേപ്പില അല്ലേ? വേപ്പില എങ്ങനെയാ മുഴുവൻ
നന്നായിട്ട് വേപ്പിലിട്ടുണ്ട് കേട്ടോ അമ്മ. ഒരു കതിരൊന്നല്ല അമ്മ, നന്നായിട്ട് വേപ്പിലേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതൽ തന്നെയാണ് വേപ്പിലയുടെ മണത്തിനൊക്കെ. ഇടാല്ലേ, പൊടികളൊക്കെ ഇടാല്ലേ. 2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നു. നല്ലോണം 2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ അമ്മ. മല്ലിപ്പൊടി ലേശം 3 ടീസ്പൂൺ ഇടുന്നു. 2 ടീസ്പൂൺ മുളക് പൊടിക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി അല്ലേ അമ്മേ? മഞ്ഞപ്പൊടി നമ്മൾ ഇതിലിടില്ല അല്ലേ? അത് ചിക്കനിൽ മഞ്ഞപ്പൊടി, അതേപോലെ തന്നെ വേപ്പില, പിന്നെ കുരുമുളക് പൊടി, പിന്നെ എന്നിട്ടമ്മ ഉപ്പും കൂടിയിട്ടാണ് അമ്മ തിരുമ്പി വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ അമ്മ ഈ പൊടികളൊക്കെ ഇടണേൽ മഞ്ഞപ്പൊടി ഇടാതിരുന്നത്. ചിക്കൻ ഇട്ടോ പൊടികളൊക്കെ ഇട്ട് തന്നെ മൂത്ത് വന്നു. അപ്പൊ അമ്മ അതിലേക്ക് ഇതാ ചിക്കനായിട്ട് ഇട്ട് കൊടുക്കണേ. നല്ല രസമാണ് കേട്ടോ അമ്മ വെക്കണേ ചിക്കൻ കറിക്ക്. അത് കാരണം ഞാൻ ഈ വട്ടത് വീഡിയോയിൽ കാണിക്കണമെന്ന് നിർബന്ധം പിടിച്ചു തമ്പോലെ അടുത്ത്. ഞാൻ പുറത്ത് എത്തിക്കാന്ന് വിചാരിച്ച അമ്മേനെ കൊണ്ട്, പക്ഷേ നമ്മുടെ കുട്ടിപ്പാട്ടാളങ്ങൾ അവിടെ ഉള്ള കാരണം പറ്റണില്ല. അമ്മേടെ അടുത്തേക്ക് ഓടി വരുമല്ലോ അവര്. നമ്മുടെ മസാലകളൊക്കെ ഇതൊക്കെ എല്ലാം അവിടത്തേക്ക് ആവേണ്ട രീതിയിലാട്ടോ അമ്മ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കില്ല അമ്മ? നോക്കി അതിലേക്ക് ഇതൊക്കെ ഉണ്ടോ, ഒരു 2 ഗ്ലാസിൻ്റെ അടുത്തേക്ക് വെള്ളം കൂടി അമ്മതാ ചിക്കനൊക്കെ മഞ്ഞപ്പൊടി അതേപോലെ ഉപ്പൊക്കെ ഇട്ട് തിരുമ്പി വെച്ച പാത്രത്തിൽ ഇട്ടാ 2 ഗ്ലാസിൻ്റെ ഇടയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് അമ്മ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് നമ്മൾ വേവിക്കാട്ടാ. അപ്പോൾ തീ ആദ്യം ഇപ്പം അമ്മ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് തിളച്ച് കഴിയുമ്പോൾ അമ്മ തീ കുറയ്ക്കും സാധാരണ പോലെ. ഇനി പിന്നെ നോക്കിയേ അമ്മതാ ആര്യമോനും ഉണ്ണിക്കൂട്ടനും 2 കാല് ചിക്കൻ മേടിച്ചോണ്ടപ്പോൾ അതൊക്കെ മസാല കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം അമ്മ ദൂരി വറുത്തെടുക്കും. പിന്നെ അമ്മാമ്മയുടെ വകയാണെന്ന് മക്കൾക്കൊക്കെ ഫുഡ്. പിന്നെ മോൻ വിളിച്ചിട്ട് ഞാൻ ഓടിപ്പോയില്ലേ, നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ അവിടെ ചെല്ലുമ്പിക്ക്. എന്നിട്ടെന്നറിയോ, നമ്മുടെ പറമ്പിലേക്ക് കിടന്നു. അവിടുത്തെ കൂർക്കത്തലേക്ക് ഒരുവിധം രൂപ ആക്കിയിട്ടുണ്ട്. പിടിച്ചു കിടന്ന് അവരേക്ക് ആക്കി വരുമ്പോൾ എൻ്റെ മേലൊക്കെ രൂപ ആയി. അതിന് ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നത്. ചിക്കൻ വെന്ത് നമ്മൾ അടുപ്പത്തു നിന്ന് ഇറക്കണേക്കാൾ മുന്നേയിട്ട് ഗരം മസാല പൊടിച്ചിട്ടുണ്ടല്ലോ, അതൊരു ടീസ്പൂണാണ് കേട്ടോ അമ്മ ഇട്ട് കൊടുക്കണത്. മസാലയൊക്കെ ഇട്ടിട്ട് അമ്മ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു മണം കേട്ടോ ഇപ്പം ഈ മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കണ സമയത്ത് നമുക്ക് കിട്ടുക. നോക്കിയേ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടാ. തൊട്ടിപ്പുറത്തെ അമ്മതാ മക്കളുടെ ചിക്കൻ കാലൊക്കെ ഇതാ റെഡി ആക്കിയിട്ട് അതും ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഞങ്ങളിതാ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടാ. നമ്മൾ വഴുതിനീ കറി ഉണ്ട്, പിന്നെ സാമ്പാറുണ്ട്, നമ്മുടെ ചിക്കൻ കറി കൂടാണ്ട് അവിയൽ കൂട്ടാനും ഉണ്ട് കേട്ടാ. അമ്മയും ചായട്ടനൊക്കെ എനിക്ക് വിളമ്പി തരുന്നുണ്ട്. അപ്പം ഞാനെന്തായാലും വിളമ്പില്ല. ഇനി മതി അമ്മ. സദ്യ പോലെയാ കുറെ തരങ്ങളായിട്ട്. അതെ, അമ്മ ചിക്കൻ കറി വെച്ചു, ഞാൻ കാട്ടിയില്ലേ. പിന്നെ ഇന്നലെ വെച്ചിട്ടുള്ള അമ്മ വെച്ചിട്ടുള്ള സാമ്പാറാണ് ഇട്ടുള്ളത്. പിന്നെ അവിൽ കൂട്ടാനും വഴുതനങ്ങ കറി ഇന്ന് വെച്ചിട്ടുള്ളതാട്ടാ. ശരിയപ്പോ 2 തരം നെല്ലാണ്. എന്തായാലും ഭയങ്കര രസമാണ് കഴിക്കാനായിട്ട്. പക്ഷേ ഏട്ടാ ചിക്കൻ കറി നോക്കിയാൽ അമ്മ വെച്ചത്, അമ്മ വെച്ച ചിക്കൻ കറി നല്ല രസമാണ്. പിന്നെ അടിപൊളി തന്നെയാണ്. ഒരു വേറെ സ്മിത വയ്ക്കുന്ന മാതിരി എന്തായാലും. അപ്പൊ അമ്മയ്ക്ക് ക്രെഡിറ്റ് കിട്ടിയിട്ടമ്മ ഞാൻ വെക്കുന്ന പോലെയല്ല അല്ല, എനിക്കത് കേൾക്കുമ്പോ ഒരു സന്തോഷം. കാരണം ഞാൻ അമ്മ ഇന്നിപ്പോ പോവല്ലോ, അപ്പോ അടുത്ത വട്ടം അമ്മ വരുമ്പോ ഈ ചിക്കൻ കറി എന്തെങ്കിലും അമ്മേനെ കൊണ്ട് വെപ്പിക്കും. അപ്പൊ നമ്മുടെ ഏതെങ്കിലും ഒരു പാചക വീഡിയോയിൽ ഇത് കാണാം.
അതെ എന്താ പറയാ, കുറച്ച് ദിവസമായിട്ട് നല്ല മഴയൊക്കെ അല്ലായിരുന്നേ. ഇന്നിപ്പോ ഒരു നല്ലൊരു വെയിൽ ചോണു കുറച്ച് നേരട്ടാ. അപ്പൊ എനിക്ക് തോന്നി നമ്മുടെ മുളകൊക്കെ ഇങ്ങനെ എന്താ പറയാ എല്ലാം ഒരുമിച്ച് പൊടിപ്പിച്ച് വയ്ക്കില്ലേ നമ്മള്, അന്നേ ഉണക്കി വയ്ക്കുക ചെയ്യാ. അപ്പൊ ഒന്നുകൂടി വെയിൽ കണ്ടപ്പോ ഒന്ന് ചൂടാക്കി എടുക്കാന്ന് വെച്ചു. ഇവിടെ നിൽക്കുക നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ കൂടെ ഇങ്ങോട്ട് വരണം. അതിന്റെ സങ്കടാ ഇല്ല ഏട്ടാ. അവിടെ നിൽക്ക്. അയ്യോ സങ്കടം കാണുമ്പോ സഹിക്കില്ല. ഇതേ ഇന്നുണ്ടല്ലോ അമ്മ പോകുന്ന ഇവിടെ എനിക്ക് വിഷമാവാ. അപ്പം അമ്മയ്ക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് കൊള്ളിയും കുറച്ച് പച്ചമുളക് അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ പറമ്പിൽ നിന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പൊ ആദ്യം കൊള്ളി പറിക്കട്ടെ. നമുക്കേ ഈ കൊല്ലി പറിക്കാം. മഴയ്ക്ക് പെയ്ത് നിൽക്കണ കാരണം സുഖമായിട്ട് പറിക്കാൻ കിട്ടൂട്ടാ. നല്ല സുഖം ഇളക്കാനായിട്ട്, അല്ലെങ്കിൽ മറ്റേ നമ്മൾ എന്തോരം കഷ്ടപ്പെടണം. ഫ്ലാറ്റിന് കൂടെ വന്നല്ലോ. ഫ്ലാറ്റിന് മോനെ ഡാ പൊന്നോ ഇങ്ങോട്ട് വാ പൊന്നോ വാ. എൻ്റെ മാവായോ കൊള്ളി പറിക്കാൻ കിട്ടണില്ലല്ലോടെ ഫ്ലാറ്റിന് കൂട്ടാ. ഓ പറിച്ചു കിട്ടി. അയ്യോ നിറച്ചുറുമ്പ്, കടിക്കണ ഉറുമ്പ് അമ്മീ. അയ്യോ നിറച്ചുറുമ്പ്. അയ്യോ മോനാണ്ട് നീങ്ങ, ഫ്ലാറ്റിനോടാണ്ട് നീങ്ങിക്കോ. വാ വാ എൻ്റെ മകൻ നീങ്ങി വാ. ഇവിടെ നീക്കാൻ വെച്ചിട്ടാ നിറച്ചുറുമ്പ്. നോക്കിയേ ഒരു സൈസ് കടിക്കണ ഉറുമ്പ്. വാ ഇവിടെ നിൽക്കട്ടെ എൻ്റെ പൊന്നു. അപ്പം അതൊക്കെ നീക്കി വെക്കട്ടെ. ഡാ കഥ അവനെ കടിച്ചു തോന്നുന്നുണ്ട് ഉറുമ്പ്. അവൻ്റെ എൻ്റെ പോലെ തന്നെ ഓടുണ്ട്. നോക്കിയേ അവിടെ നീക്കി വെക്കാൻ വരെ തട്ടി കളയാം. മുല്ല വരല്ലടാ ഉറുമ്പുണ്ടാ, സുന്ദര ഉറുമ്പുണ്ട്. നോക്കിയേ ഫ്ലൈറ്റിന് കൊണ്ട് പോവല്ലേ, കടിക്കും പൊന്നെ കടിക്കും. കണ്ട സൈസ് ഉറുമ്പ്. കടിച്ചു കഴിഞ്ഞാലേ ചിലപ്പോൾ നമുക്ക് നല്ല വേദന ഉണ്ടാവും. നല്ല വലിപ്പമുള്ള കൊള്ളിയേട്ടാ. നോക്കിയേ എന്താ വലിപ്പം, തൊട്ട് കടിക്കാനും പറ്റാണ്ടായി. ഇനിയിപ്പോൾ നമുക്ക് പപ്പായും ഉണ്ടല്ലോ, നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഫ്ലാറ്റിന് കൊണ്ട് നീക്കി കൊണ്ടോട്ടെ ഞാൻ. വാ ഫ്ലാറ്റിന് കൊണ്ട് വാ എടുക്കട്ടെ. കാരണം ഉറുമ്പ് പോലെ കടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. വാ നമുക്ക് 2-3 തരം വഴുതിനകളാട്ടാ. ഞാൻ എല്ലാ തരത്തിൽ നിന്നും പൊട്ടിച്ചിരുന്നുണ്ട് അമ്മയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് പപ്പായ. നമ്മുടെ പപ്പായ മരത്തുമെന്നല്ലേ കുറേ പേര് കൊണ്ടുപോയിട്ടാ. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉണ്ടാവും. നമ്മുടെ സുന്ദരി ചീര നോക്കിയേ, മഴയായിട്ടും അങ്ങനെയാണ് കേട് വന്നിട്ടില്ല കേട്ടോ എപ്പോഴും. നമ്മളിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കണ കാരണം തോന്നുന്നുണ്ട് ഡാവലി കേട് വരാതെ ഇങ്ങനെ നിൽക്കണേ. അല്ലെങ്കിൽ മഴയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കേടൊക്കെ വരാറുണ്ട് കേട്ടാ. ഇതിപ്പോൾ അങ്ങനെ അങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ നോക്കിയേ കണ്ട ഇപ്പോൾ നല്ല അലയായിട്ടിരിക്കണേ. ഇനി നമ്മുടെ പപ്പായ കണ്ട അതുകൊണ്ട് കുറച്ച് പൊട്ടിച്ചെടുക്കട്ടെ. ഇതവിടെ കൊണ്ടേക്കിട്ടെ മുറത്തല്ലേ.
നല്ല ഫ്രഷ് പപ്പായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചത് നാശമായി പോവാന്ന്, ഒന്നും ഉണ്ടായില്ല. ഒരു 2-3 കൂടി പൊട്ടിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് വീണു. അയ്യോ, കയ്യിൽ നിന്ന് വീണു. നിലത്ത് വീണ്ടാന്ന് വെച്ചിട്ട് കൊണ്ടുവന്നതാ. രണ്ടെണ്ണം കൂടി പൊട്ടിക്കാം. കാരണം അവിടെ വീട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ദിവസവും പപ്പായ വെച്ച് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും കഴിക്കുന്ന ആളാണ് അമ്മയെ. അപ്പോൾ നമ്മൾ ഇത്രയും പച്ചക്കറികളായിട്ട് അമ്മയ്ക്ക് കൊണ്ടുപോകാനായിട്ട് പൊട്ടിക്കണേ. പിന്നെ ഒരു കൊള്ളി കൂടി ഞാൻ പറിച്ചെടുത്തിട്ട് അതിൻ്റെ ഇടയിൽ, അത് നമ്മുടെ വീഡിയോ ഓണായില്ല ആ സമയത്ത്. അപ്പം ഇനി ഇതൊക്കെ അവിടെ കൊണ്ടുപോയിക്കട്ടെ. ഇനി നമുക്കിടല്ലോ ഹായ് പറയാനും അതേപോലെ തന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വെഡ്ഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യാം. റീന ജോണിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു മെയ് 29. പക്ഷെ നമുക്ക് അന്ന് വിഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് വൈകിട്ടായാലും റീന ചേച്ചിക്കും അതേപോലെ തന്നെ ജോണി ചേട്ടനും എൻ്റെ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജോണി ചേട്ടൻ വർക്ക് ചെയ്യുന്നത് തൃശ്ശൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലത്തെ ഡ്രൈവറാണ് കേട്ടോ. ഇനി നമുക്ക് ഹായ് പറയാം കേട്ടോ. ഗീത ലാലൻ, ഹായ് ഗീതച്ചി. ഷാലി KR, ഹായ് ഷാലിച്ചി. ഫാത്തിമ നാജ, ഹായ് ഫാത്തിമ. അനിത സുരേഷ്, ഹായ് അനിത. ഇനി നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോവാം. പോയോട്ടാ. ഉച്ചതിരിഞ്ഞായപ്പോഴേ നമ്മളിതാ ഈ പറമ്പിലേക്കൊന്ന് ഇറങ്ങിയിട്ടാ. അപ്പോൾ അമ്മ വന്നില്ല. അമ്മ ശരിക്കും ഈ വട്ടം ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ വന്ന ഇവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുള്ള കാരണേ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമ്മുടെ ഈ മുളക് ഫുള്ള് കടകൾ നമ്മൾ പറിച്ച് കളയാൻ പോവാം. കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ മുളകും വന്ന് നമ്മൾ പൊട്ടിച്ചതിന് കണക്കില്ല, അത്രയധികം മുളക് പൊട്ടിച്ചിട്ടുണ്ട്. നമ്മൾ വേനൽക്കാലം ഫുള്ള് ഇതുമ്പോൾ നമ്മൾ എന്നു പറയണ പോലെയാണ് നമ്മൾ മുളക് പൊട്ടിച്ചിരുന്നല്ലേ. ഇനിയിപ്പോൾ ഇത് കളയാൻ പോവാണ്. ഇത് കളഞ്ഞിട്ട് വീണ്ടും മുളകും തൈകളൊക്കെ ഇനിയായിട്ട് അവിടെ വെച്ചുകൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് കുമ്മായൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വലിച്ച് കളയട്ടെ. വലിച്ച് കളയണേക്കാൾ മുന്നേ ഇതിൽ അത്യാവശ്യം കുറച്ച് മുളകൊക്കെ ഉണ്ട്, അതും ഒന്ന് ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പഴുത്ത മുളക് കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. കാരണം എന്താണെങ്കിൽ നമുക്ക് വെയിൽ അങ്ങനെ ഇല്ല. എന്നാൽ ഉദിക്കുന്ന സമയത്താണെങ്കിൽ നല്ല പൊള്ളയുടെ വെയിലും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പഴുത്ത് പൊട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു പാത്രം എടുക്കട്ടെ. പാത്രം കൊണ്ടുവന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ചേമ്പിൻ്റെ ഇല അങ്ങനെ എന്തെങ്കിലും പൊട്ടിച്ചെടുക്കാം. നമ്മുടെ ഈ മുളകുമത്തെ മുളകുകൾ എന്തൊരു വലിയ മുളകുകളായിരുന്നു. ഇപ്പോൾ എന്താ പറയുക, കണ്ട ഇതേപോലെയാ. കാരണം മഴ പെയ്തപ്പോൾ ഇത്തിരി ഓർമ്മ പിടിച്ചു തോന്നുന്നുണ്ട്. അപ്പോൾ ഉണ്ടായിരുന്ന മൂക്കാത്ത ഉണ്ട് ഉണങ്ങിയിട്ടുള്ള മുളക് പോലെ എനിക്ക് തോന്നണം. അതാണ് അധികം വലുതാവാണ്ട് അതേപോലെ നിന്ന് പഴുത്ത് നോക്കുക. നോക്കിയേ, അവിടെ തൊട്ട് ഇവിടെ വരെ നമുക്ക് മുളക് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എപ്പോഴും ഞാൻ മുളക് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരു മുറ നിറച്ച് മുളകായിട്ടതേ നമുക്ക് ഇത്രയും കിട്ടിയതാ പറയാറ്. ഇന്നിപ്പോൾ നോക്കിയേ, ഇത്രയും മുളകായിട്ട് നമുക്കിപ്പോൾ ഇത്രയും മുളകിന് കിട്ടുള്ളൂ. കാരണം ഇത് നമുക്കറിയാലോ 6 മാസം എന്നല്ല നമുക്ക് ഈ മുളക് പൊട്ടിക്കാൻ കിട്ടുമോടാ. അത്രയധികം മുളക് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ഥിര വീഡിയോ കാണാൻ എല്ലാവർക്കും അറിയാം നമ്മളിങ്ങനെ ഓരോ മുളക് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ചോട്ട് പോകണത്. ഇനിയിപ്പോൾ ഇത് വൃത്തിയാക്കട്ടെ. ഇവിടെ തന്നെ തുടങ്ങാം അല്ലേ എഴുത്തുനിന്ന്. ശരിക്കും പറഞ്ഞാലേ വേനൽക്കാലം മുഴുവൻ നമ്മൾ ഓരോന്ന് വെച്ചുണ്ടാക്കിയിട്ട് പൊട്ടിച്ചെടുക്കലായിരിക്കും. പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് വർഷക്കാലത്തേക്ക് കടക്കുമ്പോൾ ഇനി ആ വർഷക്കാല പച്ചക്കറികൾ എന്ന് പറഞ്ഞിട്ട് വേനൽക്കാലത്ത് ഉണ്ടായിട്ടുള്ളതൊക്കെ ഓരോ ദിവസം വൃത്തിയാക്കാനുണ്ട് ഓരോ ഭാഗത്തുനിന്നും. പൈസ നീ എന്താ പോന്നേ? നീ ഇവിടെ വരാറില്ലല്ലോ. ഇന്നെന്താ ഇവിടെ പോന്നേ വീട്ടിൽ നിന്ന്? ഒരു മഴ പെയ്തിട്ട് പോലെ എന്താ ബലം. ഒരു മഴയില്ലല്ലോ, ഇതേപോലെ മഴ പെയ്തിട്ടുണ്ട്. ഒരു മഴ എന്നാ പറഞ്ഞു നമുക്ക് പെയ്യണ മഴയ്ക്ക് നല്ല മഴേൻ്റെ പെയ്ത് നോക്കണേ. എന്നിട്ട് പോലും കണ്ട കട പടഞ്ഞു വരാം. നല്ല ബലം. ചിലപ്പോൾ നമ്മുടെ മുളകിൻ്റെ ഇല്ലേ കൊമ്പും ചില്ലിലേക്കും നമ്മൾ വെട്ടി ചിലപ്പോൾ നിർത്തുകയാണെങ്കിൽ പൊടിച്ച് ആവശ്യത്തിനൊക്കെ ചിലപ്പോൾ ഉണ്ടായി കിട്ടും തോന്നുന്നുണ്ട് കേട്ടാ.
കാരണം ഇവർക്ക് ഒരു ആരോഗ്യ കുറവ് വന്നിട്ടില്ല. നമ്മുടെ ടൈസനാണ് കേട്ടേ ചാർലി കുറയ്ക്കണ സൗണ്ടാ. ചാർലി അല്ല, ഇമ്രാനാണ് കുറയ്ക്കണേ, ഇമ്രാൻ. വലിക്കാനായിട്ട് ചില കടകള നല്ല ബലം. എന്തോ ഒരു വലിയ കടകളാ നോക്കിയേ. മുളകും കടല വലിപ്പം നോക്കണം കേട്ടോ. ഒത്തിരി ചില്ലകളായിട്ടുണ്ടാ. പല ഭാഗങ്ങളായിട്ട് വലിച്ചു വലിച്ചു വിട്ടു ഞാൻ. ഇതെല്ലാം ഒരു ഭാഗത്ത് കൊണ്ടിടാം. നമ്മൾ നിൽക്കണേക്കാളും കൂടുതലാണ് മുളക് കട വലിച്ചിട്ടപ്പോൾ തോന്നണത്. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിലേ ഈ ചവറൊന്നും അടിച്ച് വരെ ഒന്നും ചെയ്യണില്ല. ഞാൻ കുറച്ച് കുമ്മായം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും. പിന്നെ ഷായട്ടിൻ്റെ സമയത്തിനനുസരിച്ച് ഷായിട്ട് അത് കളച്ച് കൊത്തി കളച്ച് മണ്ണാക്കിയിടും. എന്നിട്ട് ഞാൻ മുന്നേ പറഞ്ഞപ്പോൾ നമ്മൾ മുളക് തന്നെ ആട്ടോടെ നട്ടു കൊടുക്കുന്നത്. കാരണം എന്താണെന്നറിയോ, ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളകിന് കുറേ വെയിൽ ആവശ്യമില്ല. വേറെ ഏതിന് അത്യാവശ്യം വെയിൽ വേണമല്ലോ. അപ്പോൾ മുളക് തന്നെ ആകുമ്പോൾ ഉണ്ടായി കിട്ടും. സാധാരണ എല്ലാവരും പറയും ഒരു സാധനം വെച്ചോടെ തന്നെ വീണ്ടും അടുത്ത് വെക്കാൻ പാടില്ല എന്ന്. പക്ഷെ നമുക്കിവിടെ വേറെ ഒന്നും വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത് കാരണം നമ്മൾ മുളകും തൈ ഏറ്റവും വെച്ച് കൊടുക്കണേ. കുമ്മായി ഇടലും കഴിഞ്ഞു. ഇനി ഒരാഴ്ചയോളം നമ്മളിങ്ങനെ മണ്ണൊക്കെ കുത്തിയിളക്കി ഇട്ടതിന് ശേഷമായിട്ടാണ് പിന്നെ മുളകിലേക്ക് വെച്ച് കൊടുക്കുള്ളൂ. ഇനിയിപ്പോൾ ഇതാ ഒരു വിധ സമയമായി വീട്ടിൽ പോകാൻ. അമ്മ തന്നെയല്ലേ ഉള്ളൂ. ഇന്നാണെങ്കിൽ അമ്മ പോണ ദിവസമല്ലേ. അപ്പം ഇനി കുറച്ച് അമ്മേരെ അടുത്ത് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇതാ ഒന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. കാരണം നമുക്ക് തോടും വെള്ളമൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഒരു മടിയില്ല എടുക്കാൻ എനിക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ അവരയച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറച്ച് നേരം നോക്കിക്കും. അയച്ചു വിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിൽ അവർക്ക് കുറച്ച് ഏരിയ കൊടുത്തിട്ടുണ്ട് അവർ കൂടി കിടക്കാനായിട്ട്. അവിടെ നിന്ന് നമ്മളെങ്കിലും ഫ്രണ്ടിലേക്ക് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അവർ നോക്കിയിരിക്കണം. അപ്പോൾ ഞാൻ പേളിക്കുട്ടീനും കൂടി കൊണ്ടിരിക്കുക. അവൾക്കും കാണാമല്ലോ കുട്ടികളുടെ കൂടെ കളിപ്പിച്ച് ചെയ്യാൻ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ ഒതുങ്ങി നിൽപ്പായിട്ടാണ്.
അപ്പോൾ ഞങ്ങളുണ്ടല്ലോ അതാ സിനിമയ്ക്ക് പോകാട്ടാ. അപ്പോൾ ഈ വട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മ വന്നിട്ട് ഞങ്ങൾ രണ്ടാമത്തെ സിനിമ കേട്ടാ. ഇന്ന് പോണത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം കാണാനാണ്. ഇതിന് മുന്നേ കണ്ടത് ഞങ്ങൾ പ്രിൻസ് ആൻഡ് ഫാമിലി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ വട്ടം തൃശ്ശൂർക്കാട്ടോ പോണത്. കഴിഞ്ഞ വട്ടം നമ്മുടെ ഇവിടെ അടുത്തുള്ള കമ്പനിപ്പടിയുടെ അവിടെയുള്ള നമ്മുടെ അടുത്ത് തന്നെയാണ് തിയേറ്റർ. യൂഷ്വലായിട്ട് ആ തിയേറ്ററിൻ്റെ പേര് എന്തിനാ? ഫണ്ണില്. ഇന്ന് നമ്മള് ജോസ്ലിക്ക് കൺഫ്യൂഷനാ. വായോമ്മ നമുക്ക് അവിടെ എൻ്റെ വീട്ടിലെ ചേട്ടൻ്റെ മക്കളുണ്ട്. അവർ കുറച്ച് ദിവസം അമ്മോടെ നിൽക്കുമ്പോഴേക്കും വിളിച്ചിരുന്നു അച്ഛമ്മ വായു വായു എന്ന്. അപ്പം അതുകൊണ്ടാണ് അമ്മയ്ക്ക് സമാധാനം ഉണ്ടാവില്ല അവർ വിളിക്കുമ്പോൾ. അതുകൊണ്ടായിട്ട് അമ്മ വേഗം പോണേ. അതുകൊണ്ട് എടുക്കാം. നമ്മളിതാ സെക്കൻഡ് സിനിമ കഴിഞ്ഞ് ഇതേ അമ്മേനെ ഇവിടെ വീട്ടിൽ കൊണ്ടാക്കി. പക്ഷേ ഉണ്ടല്ലോ അച്ഛമ്മേനെ കൊണ്ടാക്കാനായിട്ട് ഞാൻ വരുന്നു പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അമ്മും തക്കുടൊക്കെ നോക്കിയേ ഉഷാറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പോട്ടെ തക്കുടോ അമ്മു ചറ്റ ഇമ്മ പോട്ടെ അമ്മ പോട്ടെ. എനിക്ക് അമ്മയെ പുളി തന്നു, അതാണ് സഞ്ചിയിൽ. ഞാൻ അവിടെ നിന്ന് കൊള്ളിയും പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ സഞ്ചി പിന്നെ നമുക്ക് എപ്പോഴും ആവശ്യമാണേ. നല്ല ദിവസം. ഞാൻ അമ്മേനെ കൊണ്ടാക്കി വന്നു. ഒരു വിഷമം അമ്മ പോയപ്പോ. എന്നിട്ട് നമ്മുടെ ഇതേ നമ്മൾ വന്നപ്പോ ഉണ്ട് ഇവിടെ. അതെ അല്ലും ഒക്കെ ഇരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇനി എന്തെങ്കിലും കൊടുക്കൂട്ടോ. അപ്പൊ ഭക്ഷണമൊക്കെ കൊടുക്കും. അപ്പൊ നിർത്തല്ലേ? നിർത്താ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാണ്.